അധ്യാപകരാകണമെങ്കിൽ നമ്മൾ പരിശീലന കോഴ്സുകൾ മാത്രം പഠിച്ചതുകൊണ്ടാവുമോ? ഇല്ല. കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പറഞ്ഞു വെച്ചിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ കൂടി നമ്മൾ പാസ്സാകണം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും മലയാളികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്തൊക്കെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പാസ്സായിരിക്കണം? ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ച് BEdും DLEdും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപന ജോലിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർ ഇവരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലരും പറയും ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് കമന്റ് സെക്ഷനിൽ പറയാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും അറിയില്ലാത്ത ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ. അറിവുള്ളവരും അറിയില്ലാത്തവരും ഒക്കെ കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റുകൾ. അപ്പോൾ നമുക്കിപ്പോൾ പല പരീക്ഷകൾക്കും പല ജോലികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എലിജിബിലിറ്റി ടെസ്റ്റുകളുണ്ട്. അധ്യാപകരാകണമെങ്കിൽ അതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉറ്റുനോക്കുന്ന 4 എലിജിബിലിറ്റി ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ടീച്ചർ ആകണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് പാസ്സായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 4 എണ്ണം. ഒന്ന് കേട്ടറ്റ്, മറ്റൊന്ന് സെറ്റ്, പിന്നെ CTET, പിന്നെ നെറ്റ്. ഈ 4 പരീക്ഷകളെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ 4 പരീക്ഷകളെയാണ്: കേട്ടറ്റ്, സെറ്റ്, CTET, നെറ്റ്. ഇനി ഇത് ഓരോന്നും എന്താണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷകൾ നമ്മൾ എഴുതുന്നത്, എന്താണ് ഇതിൻ്റെ പാസ് മാർക്ക് അല്ലെങ്കിൽ പാസ് ക്രൈറ്റീരിയ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം കേട്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് മേഖലകളിലൊക്കെയുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കേട്ടറ്റ് എന്ന് പറയുന്ന പരീക്ഷ നമ്മൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. ഈ കേട്ടറ്റ് നടത്തുന്ന അതോറിറ്റി ആരാണെന്നറിയുമോ? നമ്മുടെ കേരള പരീക്ഷാ ഭവനാണ് കേട്ടറ്റ് എന്ന് പറയുന്ന ഈ പരീക്ഷ നടത്തുന്നത്. LP ക്ലാസ്സുകളിലും UP ക്ലാസ്സുകളിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലും, അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മുടെ കേരളത്തിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കേട്ടറ്റ് എക്സാം പാസ്സായിരിക്കണം. ഇനി ഈ കേട്ടറ്റ് 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. കേട്ടറ്റ് 1, കേട്ടറ്റ് 2, 3, 4. ഇനി എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടറ്റ് കാറ്റഗറി 1 എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LP ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനാണ് കേട്ടറ്റ് കാറ്റഗറി 1 ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ DLEd, അതിനിപ്പോൾ BEd വേണം നിർബന്ധമില്ല. കേട്ടറ്റ് കാറ്റഗറി 1 എഴുതാൻ LP ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നമുക്ക് BEd വേണ്ട. പിന്നെ എന്ത് മതി? DLEd മതി അല്ലേ? +2 കഴിഞ്ഞോ ഡിഗ്രി കഴിഞ്ഞോ നിങ്ങൾ DLEd, അതായത് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ, നമ്മുടെ പണ്ടത്തെ TTC കോഴ്സ്, ഇത് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? കേട്ടറ്റ് കാറ്റഗറി 1 എഴുതാം. LP ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ്. ഇനി അടുത്തത് കേട്ടറ്റ് കാറ്റഗറി 2 ആണ്. കേട്ടറ്റ് 2 എന്ന് പറയുമ്പോൾ UP ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ്. അതായത് 5, 6, 7 ക്ലാസ്സുകളിൽ. നിലവിലത്തെ ആ ഒരു ഏകീകരണമൊന്നും വന്നിട്ടില്ല. അപ്പം നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് UP ക്ലാസ് എന്ന് പറയുമ്പോൾ 5, 6, 7 ക്ലാസ്സുകളാണ്. ഇനി കേട്ടറ്റ് കാറ്റഗറി 3 ആണ് എന്നുണ്ടെങ്കിൽ അത് ഹൈസ്കൂൾ ക്ലാസ്സുകളാണ്. അതായത് നമ്മൾ ഹൈസ്കൂൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കേട്ടറ്റ് കാറ്റഗറി 3 വേണം. ഈ 3ക്ക് ഒരു പ്രത്യേകതയുണ്ട്. BEd ഉള്ളവർക്ക് ഒരു കാര്യം ഓർത്തോണടാ, BEd ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് പാസ്സായവർക്ക് അല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ 2nd സെമസ്റ്റർ കഴിഞ്ഞവർക്കൊക്കെ എന്ത് എഴുതാൻ പറ്റുള്ളൂ? കേട്ടറ്റ് കാറ്റഗറി 3 എഴുതാൻ പറ്റുള്ളൂ. ഈ കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ സബ്ജക്റ്റ് അനുസരിച്ച് ഓരോരോ ടീച്ചർമാരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് സ്പെസിഫിക് ആണ് ഈ കേട്ടറ്റ് കാറ്റഗറി 3. അപ്പോൾ ഇംഗ്ലീഷിനൊരു കേട്ടറ്റ് എക്സാം ഉണ്ട്, മലയാളത്തിനുണ്ട്, മാത്സിനുണ്ട്, ഫിസിക്സിനുണ്ട്, കെമിസ്ട്രിക്കുണ്ട്, അങ്ങനെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ പോകും. സോ കേട്ടറ്റ് കാറ്റഗറി 3 സബ്ജക്റ്റ് സ്പെസിഫിക് ആണ്. ബിക്കോസ് അത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. BEd പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ BEd കഴിഞ്ഞവർക്കോ അത് എഴുതാനായിട്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി കേട്ടറ്റ് കാറ്റഗറി 4ന്റെ ഉദ്ദേശം എന്താ? ലാംഗ്വേജ് ടീച്ചേഴ്സ്, പ്രത്യേകിച്ചും അറബി, സംസ്കൃതം തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, അതുപോലെ സ്യൂയിങ്, നമ്മൾ തയ്യൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ,
അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആർട്ട് എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 4 പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ കേട്ടറ്റ് 1, 2, 3, 4 എന്താണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇനി കേട്ടറ്റ് പാസ് ആകണമെന്നുണ്ടെങ്കിൽ അതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാ കേട്ടറ്റ് പരീക്ഷയും നമ്മൾ ഈ പറഞ്ഞ 4 കാറ്റഗറിയും ഏത് കാറ്റഗറി ആണെങ്കിലും 150 മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ കേട്ടറ്റിന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഒരു പാസ് മാർക്ക് ക്രൈറ്റീരിയ അവിടെയുണ്ട്. അതായത് ജനറൽ വിഭാഗക്കാർക്ക് 150-ൽ 90 മാർക്കും SC, ST, OBC വിഭാഗക്കാർക്കൊക്കെ 150-ൽ 82 മാർക്കും നേടിക്കഴിഞ്ഞാൽ കേട്ടറ്റ് പാസ്സാകാം. അത് ഏത് കാറ്റഗറി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ 1, 2, 3, 4 ഏത് കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നുണ്ടെങ്കിലും ഇത് ഒരു മാർക്കിംഗ് സിസ്റ്റമാണ്, ഈ ഒരു പാസ് മാർക്ക് സിസ്റ്റമാണ് കേട്ടറ്റിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി 4 കാറ്റഗറിയുടെയും സിലബസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ഡീൽ ചെയ്യുന്ന കുട്ടികളുടെ പ്രായമൊക്കെ അനുസരിച്ച് അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും പാസ് മാർക്ക് ക്രൈറ്റീരിയയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് കേട്ടറ്റിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കേട്ടറ്റിനെ പറ്റിയിട്ട് ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സിലബസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടറ്റിൻ്റെ 4 കാറ്റഗറിയുടെയും സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എന്തായാലും നമുക്കത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. കേട്ടറ്റ് മാത്രമല്ല, ഈ എലിജിബിലിറ്റി ടെസ്റ്റുകളുടെ ഒക്കെ സിലബസിനെ കുറിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സെറ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലുള്ളതാണ് കേട്ടോ. എല്ലാ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന സെറ്റ് പരീക്ഷകളുണ്ട്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് സെറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ LBS സെന്റർ ആണ് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകളുടെയൊക്കെ അഡ്മിഷൻ കാര്യങ്ങൾ അതിൻ്റെ ചുമതലയുള്ള LBS സെന്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ LBS സെന്റർ ആണ് നമ്മുടെ നാട്ടിൽ സെറ്റ് പരീക്ഷ നടത്തുന്നത്. ഹയർ സെക്കൻഡറി അധ്യാപകരാകാൻ, അതായത് +1, +2 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ നമുക്ക് വേണ്ട യോഗ്യതയാണ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സെറ്റ് ആർക്ക് എഴുതാൻ പറ്റും? നിങ്ങളുടെ വിഷയത്തിൽ PGയും B.Edഉം ഉള്ളവരാണെങ്കിൽ അത് എപ്പോഴും ശ്രദ്ധിക്കണം. PGയും B.Edഉം ഉള്ളവർക്കാണ് എന്തെഴുതാൻ പറ്റുന്നത്? സെറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത്. +1, +2 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ് സെറ്റ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും 2 തവണ നമ്മൾ ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റുകൾ എല്ലാം തന്നെ, ഈ 4 എലിജിബിലിറ്റി ടെസ്റ്റുകളും വർഷത്തിൽ 2 തവണയാണ് നടത്താറുള്ളത്. ഒരു ജൂൺ സൈക്കിളും ഒരു ഡിസംബർ സൈക്കിളും ഈ പരീക്ഷകൾക്കെല്ലാം ഉണ്ടാവാറുള്ളതാണ്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഏതെങ്കിലുമൊക്കെ സൈക്കിളിൽ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാത്ത പക്ഷം ജൂൺ സൈക്കിളും ഡിസംബർ സൈക്കിളും എല്ലാ പരീക്ഷകൾക്കും ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഇനി സെറ്റിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സെറ്റിന് 2 പേപ്പറുകളാണുള്ളത്. സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേപ്പർ 1-ന് ഇത്ര ശതമാനം മാർക്ക്, പേപ്പർ 2-ന് ഇത്ര ശതമാനം മാർക്ക്, 2 പേപ്പറുകളൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര ശതമാനം മാർക്ക് എന്നൊരു ക്രൈറ്റീരിയ സെറ്റിനുണ്ട്. അതായത് നിങ്ങളൊരു ജനറൽ വിഭാഗത്തിൽ പെട്ട ആളാണെങ്കിൽ പേപ്പർ 1-ന് 40%, ഓർക്കണേടാ 40% മാർക്ക്, പേപ്പർ 2-നും 40% മാർക്ക്, പേപ്പർ 1ഉം 2ഉം കൂടെ കൂട്ടിയിട്ട് 48% മാർക്ക്, മുഴുവൻ മാർക്ക് കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ മാർക്കിൻ്റെ 48% കൂടി ഉണ്ടെങ്കിലേ നമ്മൾ സെറ്റ് ഒരു ജനറൽ വിഭാഗക്കാരൻ പാസ്സാവുകയുള്ളൂ. ഇനി നിങ്ങൾ OBC നോൺ ക്രിമിലെയർ ആണ് എന്നുണ്ടെങ്കിൽ പേപ്പർ 1-ന് 35%, പേപ്പർ 2-ന് 35%, ടോട്ടൽ 45% മാർക്ക് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾഡോ SC ST വിഭാഗക്കാരോ ആണെങ്കിൽ പേപ്പർ 1-ന് 35, പേപ്പർ 2-ന് 35, പേപ്പർ 2 പേപ്പറൂടെ കൂട്ടിയിട്ട് 40% മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ സെറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ശതമാനക്കണക്കിൽ വന്നിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് ഫിഗേഴ്സിൽ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ സെറ്റിന് 2 പേപ്പറാണ്. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. അവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും
അതേപോലെ GK, കറണ്ട് അഫെയർ തുടങ്ങിയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളും പേപ്പർ 2-ൽ നിങ്ങളുടെ സബ്ജക്റ്റ്, അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം, മാത്സ് ആണെങ്കിൽ മാത്സ്, അങ്ങനെ ഫിസിക്സ് ആണെങ്കിൽ അങ്ങനെ, എക്കണോമിക്സ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ആണ് പേപ്പർ 2-ൽ കൈകാര്യം ചെയ്യുന്നത്. PG സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പേപ്പർ 2 വരുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാ വർഷവും കേട്ടറ്റിനേക്കാൾ അധികം കുറച്ചുകൂടി ഡെപ്ത് കൂടിയ എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് അതിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ടീച്ചിങ്ങിനുള്ള എലിജിബിലിറ്റി ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിജയ ശതമാനവും മിക്കപ്പോഴും കുറയുന്ന ഒരു പരീക്ഷ കൂടിയാണ് സെറ്റ്. അത്രത്തോളം പരിശ്രമം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെറ്റിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് CTET ആണ്. CTET എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. അതായത് കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ എവിടെയുമുള്ള കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സ്കൂളുകളിൽ, അതായത് കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ജവഹർ നവോദയ വിദ്യാലയങ്ങൾ, ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കേണ്ട പരീക്ഷയാണ് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. നമ്മുടെ മിക്കപ്പോഴും നമുക്കിപ്പോൾ ഒരു KVS എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടയർ 1 എക്സാം കഴിഞ്ഞു, ടയർ 2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക്. അതുപോലെ ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ വിളിക്കാറുണ്ട്. അതിപ്പോൾ കോൺട്രാക്ട് ബേസിലും വിളിക്കാറുണ്ട്, എക്സാം എഴുതി പെർമനന്റ് പോസ്റ്റിലേക്കും വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്നു. നല്ല സാലറി സ്കെയിൽ, നല്ല ഡിഗ്നിറ്റി ഉള്ള പോസ്റ്റ്, നിങ്ങൾക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അടക്കമുള്ള ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന സ്കൂളുകളിൽ, കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും. അപ്പോൾ അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് CTET പാസ്സായിരിക്കണം. ഇനി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെയാണെങ്കിലും ചില മുൻനിര CBSE സ്കൂളുകളിലൊക്കെ ഈ ഒരു എക്സാം നിങ്ങൾ പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നല്ല മാനേജ്മെന്റിന്റെ കീഴിലുള്ള CBSE അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ നമുക്ക് ഈ ഒരു എക്സാം പാസ്സായിട്ടുള്ളത് ഒരു അഡ്വാൻറ്റേജ്, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഈ എക്സാം നടത്തുന്നത് CBSE ആണ്, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. CBSE ആണ് CTET പരീക്ഷ നടത്തുന്നത്. എല്ലാ വർഷവും 2 തവണയാണ് നടത്തുന്നത്. പണ്ട് കുറെ കാലം മുൻപ് ഈ CTET എക്സാമിന്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇത്ര വർഷമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. 7 വർഷത്തെ വാലിഡിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 7 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എക്സാം എഴുതേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നീട് നമ്മുടെ എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റും, നമ്മൾ പറഞ്ഞ KTET, സെറ്റ്, CTET, ഇനി പറയാൻ പോകുന്ന നെറ്റ്, ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ലൈഫ് ടൈം ആക്കി വെച്ചിട്ടുണ്ട്. അതായത് വൺസ് നമ്മൾ എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിൻ്റെ വാലിഡിറ്റി പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ജീവിതകാലം മുഴുവൻ അത് അവിടെ വാലിഡ് ആയിട്ട് തന്നെ ഉണ്ടാകും. അതൊരു അവസരമാണ്. ഒരു തവണ ഒന്ന് മെനക്കെട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ട് അവിടെ ഉണ്ടാകും. നമ്മൾ പറഞ്ഞു കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങളിലും ഒക്കെയാണ് നമുക്ക് ജോലി നോക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും ഉണ്ട്. ഇനി അതല്ല കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തൊക്കെ നമുക്ക് പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അതും ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എഴുതി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി നമ്മുടെ CTET പരീക്ഷ 2 തരത്തിലാണ് നടത്തുന്നത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനും, പേപ്പർ 2 എന്ന് പറയുന്നത് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ, അതായത് 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനാണ് പേപ്പർ 1 പരീക്ഷ നിങ്ങൾ എഴുതുന്നത്. 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനൊക്കെയാണ് പേപ്പർ 2 പരീക്ഷയും നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ CTETന്റെ കാര്യവും അങ്ങനെയാണ്. ഇനി CTETന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി ഒന്ന് നോക്കാം. CTET പരീക്ഷയും 150 മാർക്കിലാണ് നടത്തുന്നത്. ജനറൽ വിഭാഗക്കാർക്ക് 60%, അതായത് 90 മാർക്ക്. നമ്മൾ KTET പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ SC, ST, OBC, PWD, അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150ന്റെ 55% മാർക്ക്, അതായത് 82 മാർക്ക് മതിയാകും എന്ത് ചെയ്യാനായിട്ട്? CTET പാസ്സാകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചോളുക. ഇപ്പോൾ BEd ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ DLED ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അറിഞ്ഞു വെക്കുക. അല്ലെങ്കിൽ BEdനൊക്കെ ഡിഗ്രി ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് BEdന് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇത് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഇയറിലെ തന്നെ പഠിച്ചു തുടങ്ങാം. സെക്കൻഡ് സെമസ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് നെറ്റ്. കോളേജ് അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റാണ് നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. നെറ്റ് 2 തരത്തിലാണ് നടത്താറുള്ളത്. ഒന്ന് UGC NTA, അതായത് UGC അറിയാലോ, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, നമ്മുടെ ഇന്ത്യയിലെ കോളേജുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് UGC എന്ന് പറയുന്നത്. ഇപ്പോൾ UGCയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTAയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നെറ്റ് പരീക്ഷയുണ്ട്. അത് മാനവിക വിഷയങ്ങൾക്ക്, അതായത്
ആർട്സ് വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ആർട്സ് അതുപോലെ കൊമേഴ്സ് വിഷയങ്ങൾക്കൊക്കെ ആയിരിക്കും UGC NTA നടത്തുന്ന നെറ്റ് വരാറുള്ളത്. ഇനി അതല്ല നിങ്ങൾ സയൻസ് വിഷയങ്ങളിലെ നെറ്റാണ് നോക്കുന്നതെങ്കിൽ ആ പരീക്ഷ നടത്തുന്നത് CSIR ആയിരിക്കും. അപ്പോൾ CSIR നെറ്റും നടക്കാറുണ്ട്, UGC NTA നെറ്റും നടത്താറുണ്ട്. നിങ്ങളുടെ വിഷയം ഏതാണ് എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ആ നെറ്റ് പരീക്ഷ നിങ്ങൾ എഴുതുന്നത്. മറ്റു 3 പരീക്ഷകൾ നമ്മൾ ഈ പറഞ്ഞ കേട്ടറ്റും സെറ്റും സീറ്ററ്റും ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ച കട്ട് ഓഫ് ഉണ്ട്. സോ അത് ലക്ഷ്യമാക്കി നമ്മൾ പഠിച്ചാൽ മതി. പക്ഷേ നെറ്റ് അതിപ്പോൾ NTA നടത്തുന്ന നെറ്റ് ആണെങ്കിലും CSIR നടത്തുന്ന നെറ്റ് ആണെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച കട്ട് ഓഫ് ഇല്ല. പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം, എക്സാമിൻ്റെ കാഠിന്യ നിലവാരം, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഓരോ തവണയും കട്ട് ഓഫ് മാറിക്കൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, കോളേജുകളിൽ പഠിപ്പിക്കാൻ, PhD നിങ്ങൾക്ക് ഗവേഷണം നടത്താൻ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫെലോഷിപ്പ് കിട്ടാനും ഒക്കെ ഈ പരീക്ഷയാണ് എഴുതേണ്ടത്. ഇതിനോടകം അറിയാം. ഇത് എഴുതണമെങ്കിൽ B.Ed നിർബന്ധമില്ല. നമുക്ക് കോളേജിൽ പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ B.Ed നിർബന്ധമില്ല. PGയും 55% കുറയാത്ത PGയും ഈ പരീക്ഷയും മതിയാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ PhD ഒക്കെ നിർബന്ധമാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോകെ വരട്ടെ. എന്നാലും നിലവിൽ ഇന്ത്യയിലെ കോളേജിൽ പഠിപ്പിക്കാനുള്ള UGC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യത 55% കുറയാത്ത PGയും ബന്ധപ്പെട്ട വിഷയത്തിലെ നെറ്റുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നെറ്റ് പരീക്ഷയ്ക്ക് 2 പേപ്പറാണുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം 2 പേപ്പറുകളൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരു 300 മാർക്കിൻ്റെ പരീക്ഷയാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ് നെറ്റിന് ആ ഒരു മാർക്കിംഗ് സ്കീം വന്നേക്കുന്നത്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ ജനറൽ പേപ്പർ, അവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേപ്പർ 1 വരുന്നു. പേപ്പർ 1 നമുക്കൊരു 50 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 50 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം 100 മാർക്കായിരിക്കും പേപ്പർ 1ൻ്റെ മാർക്ക് വരുന്നത്. പേപ്പർ 2 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ത് വേണമെങ്കിലും ആകാം. പേപ്പർ 2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഞാനീ പറയുന്നത് UGC NTA നെറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. പേപ്പർ 2 എന്ന് പറയുമ്പോഴേക്കും 100 ചോദ്യങ്ങളാവുക ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം 200 മാർക്കാണ് പേപ്പർ 2ൽ നിന്ന് കിട്ടുക. അങ്ങനെ മൊത്തത്തിൽ 300 മാർക്കിലാണ് നെറ്റിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത്. ഈ 300 മാർക്ക് ഒന്നിച്ച് കൂട്ടിയിട്ട് ഈ 300ൽ എത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും, ഇത്ര പെർസെൻറ്റേജിൽ കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും എന്നുള്ള സിസ്റ്റമാണ്, മാർക്കിംഗ് സിസ്റ്റമാണ് നെറ്റിൽ ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നെറ്റ് പാസ്സായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് PhD പഠിപ്പിക്കാനുള്ള യോഗ്യത കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് JRFI എന്ന് പറയുന്ന യോഗ്യതയിലേക്ക് നമ്മളെത്തും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ് ഫെലോഷിപ്പ് വാങ്ങിക്കൊണ്ട് റിസർച്ച് ചെയ്യാനായിട്ട്, ഗവേഷണം നടത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. LP ക്ലാസ്സുകൾ തൊട്ട് കോളേജ് തലം വരെ നമുക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പാസ്സാകേണ്ടത് ഇത്തരത്തിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏത് കോഴ്സാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ B.Ed പഠിക്കുന്നവർക്ക് B.Ed സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴേ എലിജിബിലിറ്റി ടെസ്റ്റുകൾ എഴുതാം. ഇപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ PG സെക്കൻഡ് സെം കഴിയുമ്പോഴേ നെറ്റ് പരീക്ഷ എഴുതാം. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താ ഗുണം എന്ന് വെച്ചാൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്ജക്റ്റുമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ട്, കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന സമയമാണ്, നമ്മൾ നല്ല ഉഷാറായിട്ടിരിക്കുന്ന സമയമാണ്, ബ്രെയിൻ നല്ല വർക്ക് ചെയ്യുന്ന സമയമാണ്. സോ അപ്പോൾ തന്നെ ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പാസ്സാകാനായിട്ട് ശ്രമിക്കുക. അത് കുറേ കൂടി ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കോഴ്സ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള പരീക്ഷകളിലേക്ക് നിങ്ങൾക്ക് തിരിയാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിയാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് എലിജിബിലിറ്റി ടെസ്റ്റുകൾ മസ്റ്റായിട്ടും നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതി എടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ 4 ടെസ്റ്റുകൾക്കും ആജീവനാന്ത വാലിഡിറ്റി, ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. വർഷത്തിൽ 2 തവണ 2 സൈക്കിളിലായിട്ടാണ് ഈ പരീക്ഷകൾ നടത്താറുള്ളത്. ഇനിയിപ്പോൾ എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡൗട്ടുകളും ഇതിൻ്റെ സിലബസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓൾസോ ഇതുപോലെ നമ്മുടെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട് എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. റിപ്ലൈ തരാനായിട്ട് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ ഉണ്ടാകും. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.